So welcome all to again the study of the book of Esther. ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്ന ചാപ്റ്റർ 4 ഫെയ്ത്ത് ഓവർ ഫിയർ. ഭയത്തിൻ്റെ മേലുള്ള വിശ്വാസം. ഭയത്തിൻ്റെ മേലുള്ള വിശ്വാസം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പേടിയും വിശ്വാസവും കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ? ഭയങ്കരമായിട്ടുള്ള പേടി. അപ്പോൾ തന്നെ ഒരു ഭാഗത്ത് നിന്നിട്ട് നിങ്ങളുടെ അകത്ത് നിന്നിട്ട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ തളർന്നു പോകത്തില്ല, നീ വീണു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല, കർത്താവ് നിന്നെ നടത്തും, നീ പേടിക്കാതിരിക്കുക എന്ന് പറയുന്ന പോലെ ഒരു ശബ്ദം. ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭയപ്പെടുത്തുന്നത്, പക്ഷേ ഈ ഭാഗത്ത് എന്തോ ഒരു ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ശബ്ദം, പേടിക്കണ്ട എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ശബ്ദം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ എത്ര പേരുണ്ട്? കാരണം അവിടെ നമുക്ക് ഭയം തോന്നും ആ സമയത്ത്. ഇവിടെ ജയിക്കാൻ പോകുന്നത് വിശ്വാസമാണോ അതോ യാഥാർത്ഥ്യമാണോ? നമ്മൾ അന്നേരം ഭയമല്ല അതിനെ കണക്കൂട്ടുന്നത്, യാഥാർത്ഥ്യമാണ്. വലിയ പ്രശ്നത്തിന് നടുവിൽ, ഒരുപക്ഷെ രോഗത്തിൻ്റെതാകാം, മറ്റേതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടേതാകാം, മറ്റ് വേറെ ഏതെങ്കിലും കാര്യങ്ങളിലൂടെ വരുന്ന എന്തെങ്കിലും കാര്യമാകാം. ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഭയം നമ്മളെ ഭയങ്കരമായിട്ട് ഭരിക്കും. ആ സമയത്ത് അതിൻ്റെ മുകളിൽ വിശ്വാസം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമാണ്. പക്ഷെ അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് എസ്തേറിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതിനകത്തൊരു ഭയങ്കര സച്ച് എ ടൈം എന്ന് പറഞ്ഞിട്ടൊരു വേർഡാണ്. സമയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അധ്യായത്തിൽ. അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ടൈറ്റിലും ക്രമീകരിച്ചിരിക്കുന്നത്. നമ്പർ 1, എ ടൈം ഫോർ ക്രൈസിസ്. എസ്റ്റർ ചാപ്റ്റർ 4:1-3. നമ്പർ 2, എ ടൈം ഫോർ ഡിസിഷൻ. തീരുമാനത്തിൻ്റെ സമയം അഥവാ തീരുമാനത്തിൻ്റെ കാലഘട്ടം. എസ്റ്റർ ചാപ്റ്റർ 4:4-11. 12 മുതൽ 14 വരുമ്പോൾ എ ടൈം ഫോർ കറേജ്, ധൈര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാലഘട്ടം. ഇനി 15-16 എ ടൈം ഫോർ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ കാലഘട്ടം. ആദ്യത്തേലേക്ക് നമ്മൾ പോവുകയാണ്. എ ടൈം ഫോർ ക്രൈസിസ്. എസ്റ്റർ ചാപ്റ്റർ 4:1 അവിടെയാണ്. അവിടെ നമ്മൾ കാണുന്ന മോർണിംഗ് ഓവർ ദ ഡിഗ്രി, കൽപ്പന അനുസരിച്ചിട്ട് ഒരു വലിയ വിലാപമുണ്ടാവുകയാണ്. 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം, 4-ാം അധ്യായം 1-ാമത്തെ വചനം, സംഭവമൊക്കെയും അറിഞ്ഞപ്പോൾ when Mordecai learned all that had been done, he tore his clothes, put on sackcloth and ashes, and went out into the city wailing loudly and bitterly. സംഭവിച്ചതൊക്കെ പറഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു, വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇവിടെ എന്താ പറയുക, യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ 3-ാം അധ്യായം 11-ാം വചനത്തിൽ എന്താണ്, ഒരു കൈക്കൂലിയും കൊടുക്കുന്നുണ്ട് അല്ലേ, 10,000 വെള്ളി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പ്രത്യേകമായിട്ടൊരു തീർപ്പ്, രാജാവിൻ്റെ മുദ്രമോതിരം കൊണ്ട് ഒരു തീർപ്പുമുണ്ടാക്കി എല്ലായിടത്തും ഹാമാൻ്റെ ഇൻഫ്ലുവൻസിൽ വിളംബരം ചെയ്യിപ്പിച്ച ആ രാജാവിൻ്റെ കൽപ്പന, അതിനെതിരെ മൊർദെഖായിയുടെ റിയാക്ഷനാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ 1-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ചാക്കും അതുപോലെ തന്നെ ഈ കരച്ചിലും വെണ്ണീരും റെട്ടും എന്ന് പറയുകയാണ്. വെണ്ണീരെന്ന് പറയുന്നത് ചാരമാണ് നമുക്കറിയാം, രട്ട് എന്ന് പറയുന്നത് ചാക്ക് വസ്ത്രമാണെന്നറിയാം. അപ്പം ചാക്ക് വസ്ത്രവും അതുപോലെ തന്നെ ഈ രട്ടിലും കിടക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, അത് അവരുടെ വിലാപത്തെയും അവരുടെ മാനസാന്തരത്തെയും കാണിക്കാൻ വേണ്ടിയിട്ട്, പഴയ നിയമത്തിലെല്ലാം പുറമേയാണല്ലോ കാര്യങ്ങളെല്ലാം, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെ ഒരാൾ ചാക്കിലും വെണ്ണീറിലും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പബ്ലിക്കായിട്ട്, അതായത് പരസ്യമായിട്ട് അവർ വളരെ സങ്കടത്തിലാണ്, അവർ വളരെ ദുഃഖത്തിലാണ്, അവർ പ്രാർത്ഥനയിലാണ്, അവർ മനസ്താപത്തിലാണ് എന്ന് കാണിക്കുകയാണ്. ഇതിനെതിരെയാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ച് റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. 2, നിങ്ങൾ ഉപവസിക്കുമ്പോൾ മുഖമൊക്കെ കഴുകി നല്ല സുന്ദരിക്കുട്ടികളായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞത്. ആരുടെ മുഖത്തും വിഷമമൊന്നും കാണിക്കില്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ട്. ഇതിന് ഓപ്പോസിറ്റാണ് യേശു കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. പക്ഷെ
പഴയ നിയമത്തിൽ അങ്ങനെ ഒരാൾ ചാക്കിലും അതുപോലെ ഇങ്ങനെ വെണ്ണീരിലൊക്കെ കിടക്കുന്ന കണ്ടാൽ അയാൾക്ക് എന്തോ വലിയ പ്രശ്നത്തിലൂടെ പോകുന്നുണ്ട്, അയാൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വലിയ ഭക്തനുമാണ് ഇപ്പോൾ എന്നാണ് ആളുകൾ ആ സമയത്ത് ചിന്തിക്കുന്നത്. രണ്ടാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന മോർണിംഗ് അറ്റ് ദ കിങ്സ് ഗേറ്റ്, രാജാവിൻ്റെ പടിവാതിക്കൽ നിന്നുകൊണ്ടുള്ള വിലാപം. ആരുടെ വിലാപമാണ്? മൊർദെഖായിയുടെ വിലാപം. അപ്പൊ 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനം, അവർ രാജാവിന്റെ പടിവാതിക്കലോളം വന്ന് പിന്നെ എന്താണ് രട്ടുടുത്തും കൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിക്കലിനകത്ത് കടന്നുകൂടാൻ പാടില്ലായിരുന്നു, ആർക്കും കിടക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇയാൾ എന്ത് ചെയ്യുകയാണ്, ഒരു പേർഷ്യൻ കസ്റ്റം അനുസരിച്ചിട്ട് എന്താണ് അത് ഫോർബിഡൻ ആണ്, അത് എന്താ പറയുക, വിലക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. രാജാവിൻ്റെ പടിവാതിൽക്കൽ ചെന്നിട്ട് രട്ടുമുടുത്ത് ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ അത് വിലക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സങ്കടത്തോടു കൂടി ഒരാൾക്കും രാജാവിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ എത്രത്തോളമായിരുന്നു സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളും രാജാവും തമ്മിലുള്ള അകലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്ര നല്ല രാജാവൊന്നും ആയിരുന്നില്ല അദ്ദേഹം. ഞാൻ അങ്ങനെ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു അല്ലേ. പലപ്പോഴും അഹശ്വേരോശിനെ യേശുവിനോട് ഉപമിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ ക്യാരക്ടർ സ്റ്റഡി നടത്തുമ്പോൾ അത്ര നല്ലൊരു രാജാവൊന്നും അല്ലായിരുന്നു അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ അത്രത്തോളമായിരുന്നു സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക്, വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് ആ സ്ഥലം കംപ്ലീറ്റ്ലി എന്താ പറയുക, വിലക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ പോയി ഈ രാജാവിൻ്റെ വാതിൽക്കലിനടുത്ത് പോയിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആ ശൂഷൻ രാജധാനിയിൽ, ഇന്നലെ ഞാൻ അവസാനിപ്പിച്ചു അങ്ങനെ പറഞ്ഞു, അവിടെയുള്ള ജനങ്ങൾ കലങ്ങിപ്പോയി, കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് കുറച്ചും കൂടി തങ്ങളെ പറ്റി ഒരു ബോധ്യം നൽകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അവിടെ പോയിട്ട് ഇരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, താൻ വിലപിക്കാനും താൻ കരയാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട സമയമുണ്ട്, ചില സമയങ്ങൾ നമ്മുടെ സങ്കടം, നമ്മുടെ പ്രയാസം മറ്റുള്ളവരോട് പറയാനുള്ള ചില സമയം ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ എന്താണ്, നമ്മുടെ മുഴുവൻ വികാരങ്ങളെ മുഴുവൻ പുറത്തെടുത്തുകൊണ്ടാവരുത് അങ്ങനെ പറയുന്നത്. കാര്യങ്ങൾ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് ശരിയായ വിധത്തിൽ അതിനെ കൺവേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തി യഹൂദന്മാരുടെ നേതാവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലേ? അദ്ദേഹം യഹൂദന്മാരുടെ ഒരു നേതാവായിരുന്നു. അപ്പോൾ അങ്ങനെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ എന്താ പറയുക, ജനം അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ, അല്ലെങ്കിൽ അവരുടെ സമൂഹം അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ, അവരുടെ സൊസൈറ്റി നേരിടുന്ന ആ പ്രശ്നത്തെ രാജാവിൻ്റെ മുൻപിൽ എത്ര അംഗീകാരമില്ലെങ്കിലും എന്ത് വിലകെടുത്തും പോകുവാനുള്ള ചങ്കൂറ്റം ജനതകളെ നയിക്കുന്ന നേതാക്കന്മാർക്കുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഭയെ നയിക്കുന്ന ആളുകളാണെങ്കിലും ശരി, ദൈവികമായ പ്രവർത്തനങ്ങളെ നയിക്കുന്ന ആളുകളാണെങ്കിലും ശരി, ഇത്തരത്തിൽ അവരുടെ മുൻപിൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് ഈ ഒരു അധ്യായം എന്ന് പറയുന്നത്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തത് 3-ാമത്തെ വചനം നമുക്ക് കാണാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എ ടൈം ഓഫ് ക്രൈസിസ്, അതിനെക്കുറിച്ചാണ്. നോക്കൂ, 4-ാം അധ്യായം 3-ാമത്തെ വചനം എന്താണ്? രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടെടുത്ത് വെണ്ണീറിൽ കിടന്നു. ഈ 127 സംസ്ഥാനങ്ങൾ അഥവാ രാജ്യങ്ങളിലുമുള്ള സകല യഹൂദന്മാരും എന്ത് ചെയ്യാൻ തുടങ്ങി? അവര് കരഞ്ഞ് വിലപിച്ച് ഉപവസിച്ച് രട്ടിലും വെണ്ണീരിലും ഇരുന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം 127 സംസ്ഥാനങ്ങളിലുള്ളവർ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുണ്ടായിരുന്ന യഹൂദന്മാരും അത് ചെയ്തു എന്നാണ് അർത്ഥം. സെയിൻറ്റ് തോമസ് വന്നതിന് ശേഷം യഹൂദന്മാർ വന്നു എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ഈ പേർഷ്യക്കാരുടെ കാലഘട്ടങ്ങളിൽ യഹൂദന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം പേർഷ്യൻ നാണയങ്ങൾ പലതും എവിടെ നിന്നാണ്? നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണത് കിട്ടിയത്? പേർഷ്യക്കാരുടെ കാലഘട്ടത്തിൽ യഹൂദന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യ മുതൽ നമ്മൾ കണ്ടില്ലേ 127 സംസ്ഥാനങ്ങളിൽ, ഹിന്ദുദേശം മുതൽ എത്യോപ്യ വരെ, കൂഷ് ദേശം വരെ അന്ന് യഹൂദന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. സോ ഇന്ത്യയിലുണ്ടായിരുന്ന ആ യഹൂദന്മാരും അന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായത് വായിച്ചപ്പോഴും കേട്ടപ്പോഴും ഒക്കെ. ഓക്കെ, എനിവേ
അവരെല്ലായിടത്തുമുള്ള ആളുകൾ ഇവർ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആളുകൾ കൂട്ടമായിട്ട് ഒരു പ്രത്യേക കോസിന് വേണ്ടി, ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു വിടുതൽ ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ വേഗത്തിൽ പോവുകയാണ്. സോ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ 4 മുതൽ 11 വരെയുള്ള രീതിയാണ്. 4 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ്. അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് എ ടൈം ഫോർ ഡിസിഷൻ, തീരുമാനത്തിനുള്ള ഒരു കാലം. അടുത്തത്, അപ്പൊ ഇത്രയും നേരം ക്രൈസിസ് ആയിരുന്നു, പ്രശ്നമായിരുന്നു, കരച്ചിലായിരുന്നു, സങ്കടമായിരുന്നു, വിലാപമായിരുന്നു. ചില വിലാപത്തിൻ്റെ പുറകിൽ അത്ഭുതമല്ല കാണുന്നത്, ചില വിലാപത്തിൻ്റെ പുറകിൽ നിങ്ങളൊരു തീരുമാനമെടുത്ത് അതിനകത്ത് എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. ആ വിലാപത്തിന് ശേഷം അവിടെ ഒരു തീരുമാനമെടുത്ത് അവർ പുറത്തു വന്നു. ഓക്കെ, സോ എസ്തർ ചാപ്റ്റർ 4 തന്നെ അതിൻ്റെ 4-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ എസ്റ്റേഴ്സ് ഇനീഷ്യൽ റെസ്പോൺസ്, അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എസ്തറിൻ്റെ ആദ്യത്തെ പ്രതികരണം എന്ത്? നമ്മുടെ മൊർദെഖായിയുടെ ഈ പ്രവർത്തികളൊക്കെ കണ്ടിട്ട് എസ്തറിൻ്റെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 4-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ എസ്തറിൻ്റെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ റെസ്പോൺസ് നമ്മൾ കാണുന്നത് 4-ാമത്തെ വചനത്തിലാണ്. ആദ്യം തന്നെ പുള്ളിക്കാരി ചെയ്യുന്നത് എന്താണ്? തൻ്റെ സെർവൻസിനൊക്കെ പുള്ളിക്കാരി ഇൻഫർമേഷൻ കൊടുത്തു. എന്താണ്? എന്താ പറയുക, ഈ മൊർദെഖായിക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലൂടെ മൊർദെഖായി ഇരിക്കുകയാണ്, അത്യന്തം വ്യസനിച്ച് ഇരിക്കുകയാണെന്നുള്ള ഈ കാര്യങ്ങളെല്ലാം സെർവൻസ് ഇവൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്, അല്ലേ? അവർ വന്നിട്ട് അത് അറിയിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക, ഈ ക്രൈസിസും ഈ പ്രശ്നങ്ങളും ഒന്നും തന്നെ എസ്തർ അറിഞ്ഞിട്ടില്ല. ശരിക്കും എസ്തർ അറിഞ്ഞിട്ടില്ല. എസ്തർ അവിടെ ഒരു രാജ്ഞി പദത്തിൽ ഇങ്ങനെ ഇരിക്കുക. അവിടെ പുറത്ത് നടക്കുന്ന കാര്യം എസ്തർ അറിഞ്ഞിട്ടില്ല. ബാല്യക്കാരത്തികളും മറ്റാളുകളും വന്നിട്ടാണ് എസ്തറിനോട് ഇത് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എസ്തറിന് എന്തായി? ഭയങ്കരമായിട്ട് ഇപ്പം തൻ്റെ അങ്കിള് വളരെയധികം ബുദ്ധിമുട്ടിൽ കരഞ്ഞുകൊണ്ട് എല്ലാം ഇരിക്കുന്നു എന്നൊക്കെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അവളുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് അങ്കിളിനെ ഒന്ന് പാസിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഉടുപ്പൊക്കെ കൊടുത്ത്, രട്ടൊക്കെ മാറ്റി പുതിയൊരു ഉടുപ്പൊക്കെ കൊടുത്ത് അവനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയത്. എന്നാൽ മൊർദെഖായിക്ക് ആ ഒരു കംഫർട്ട് അവന് പറ്റില്ലായിരുന്നു. അവനൊരു ഉദ്ദേശ ലക്ഷ്യം അവൻ്റെ അകത്തുണ്ടായിരുന്നു. അതിന് അവൻ ആർക്കും അവനെ കംഫർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരുന്നു. ഹല്ലേലൂയ. ഒരു തരത്തിൽ പറഞ്ഞാൽ അവനെ ഒന്ന് സൈലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എസ്തർ ശ്രമിച്ചത്. ഒന്നും മിണ്ടാതെയാക്കാൻ, ഒന്ന് പാസിഫൈ ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ അർജന്റ് മാറ്ററിൽ നിന്ന് അവൻ്റെ ശ്രദ്ധയൊന്ന് മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ് എസ്തർ ശ്രമിച്ചത്. പക്ഷേ അവിടെ മാറാതെ ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ ഉറച്ചു നിന്ന ഒരു മൊർദെഖായിയാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു ഫാസ്റ്റിംഗ്, ഒരു പ്രെയർ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു കാര്യം തീരുമാനമെടുത്ത് നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാവുന്ന പല ഉപദേശങ്ങളും, പല പഞ്ചസാര ഉപദേശങ്ങളും നമുക്ക് വരും. പക്ഷെ മാറിപ്പോകരുത്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ മിഷൻ എന്താണോ, നമ്മുടെ ദൗത്യം എന്താണോ, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. ഓക്കെ, അതിൻ്റെ 5-6 വചനങ്ങളിലേക്ക് വരുമ്പോൾ എസ്തർ സീക്സ് അണ്ടർസ്റ്റാൻഡിങ്. എസ്തർ എന്താ പറയുക, ശരിയായ വിവരങ്ങളെ അന്വേഷിക്കുന്നു. മൊർദെഖായിനെ വിളിച്ചു. അത് എന്തെന്നും അതിൻ്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ കൽപ്പന കൊടുത്തു. കണ്ട, മൊർദെഖായിയുടെ അടുക്കൽ പോയിട്ട് അപ്പോൾ അടുത്ത് ഷോപ്പിംഗ് നടക്കില്ല എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെയാണ് അവൾ ചിന്തിക്കുന്നത്, എന്നാൽ പിന്നെ ഞാൻ ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിമാരോടും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, പലതിൻ്റെയും കാര്യങ്ങളുടെ കാരണം നമ്മൾ തിരിച്ചറിയാൻ നമ്മുടെ ഒരു സമയം നമ്മൾ കൊടുക്കണം. ഇത് അതിൻ്റെ സമയമായിരുന്നു അവളെ സംബന്ധിച്ച്. ആ കാരണം അവൾ തിരിച്ചറിയുകയാണ്. അവളെ സംബന്ധിച്ച് അവളുടെ വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു അംഗരക്ഷകനായിരിക്കും, ഷണ്ണന്മാരിൽ ഒരാളായിരിക്കും ഈ ഹദാക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് ബിഫോർ ആക്ടിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നമേ ആ കാര്യത്തിൻ്റെ ശരിയായ വിവരം എന്താണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. നമ്മളിൽ പല ആളുകൾക്കും വെട്ടൊന്ന് മുറി രണ്ടാണ്. കാര്യം അറിയുന്നതിന് മുമ്പേ സംസാരിച്ച് കഴിഞ്ഞിരിക്കും, കാര്യം അറിയുന്നതിന് മുമ്പേ പ്രതികരിച്ച് കഴിഞ്ഞിരിക്കും, കാര്യം അറിയുന്നതിന് മുമ്പേ വെട്ടിക്കഴിഞ്ഞിരിക്കും. പക്ഷെ അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്താണ് കാര്യം? നമ്മൾ ആദ്യം മനസ്സിലാക്കണം,
അതിനുശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രവൃത്തിയിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പല ബാരിയേഴ്സും ഈ മനുഷ്യനുണ്ട്. അവളുടെ എസ്തർ അവളെ സമ്മതിക്കുന്നില്ല, പല ആളുകളും അവളെ സമ്മതിക്കുന്നില്ല. പക്ഷെ ഈ ബാരിയേഴ്സ് ഒന്നും തന്നെ ദൈവത്തിൻ്റെ ആ പദ്ധതി, അവനെ ദൈവമേൽപ്പിച്ച ആ മിഷനിൽ നിന്ന് അവനെ പിന്മാറ്റുവാനായിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല. അടുത്തത് അതിൻ്റെ 4:7 മുതൽ 8 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ, അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷൻ എ ടൈം ഫോർ ഡിസിഷൻ എന്നുള്ളതിലാണ്. ഇപ്പോൾ എസ്തർ രാജ്ഞി ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരാൻ അവൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് അവലോകനം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ 5-6 വചനങ്ങളിലാണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. 7-8 വചനങ്ങളിലേക്ക് വരുമ്പോൾ മൊർദെഖായിസ് പ്ലീ അഥവാ മൊർദെഖായിയുടെ അപേക്ഷ, അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 7-8 വചനങ്ങളിലേക്ക് വരുമ്പോൾ മൊർദെഖായിയുടെ അപേക്ഷയാണ്. മൊർദെഖായി ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അവിടെ ഒരു വലിയൊരു ഇൻഫർമേഷൻ. അപ്പോൾ ആ മറ്റു നേരത്തെ പറഞ്ഞ ഹദാക്ക് എന്ന് പറഞ്ഞ ആളിപ്പോൾ മൊർദെഖായിയുടെ അടുത്ത് ചെന്നേക്കുക. അപ്പോൾ ഹദാക്കിനോട് മൊർദെഖായി പറഞ്ഞു വിടുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. നോക്കിക്കേ, മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. നോക്കൂ, അപ്പം ഇതൊന്നും എസ്തർ അറിഞ്ഞിട്ടില്ല, ഒന്നും വീട്ടിലിരിക്കുന്ന പെൺപിള്ളേർ അറിഞ്ഞിട്ടില്ല, സ്ത്രീ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ രാജ്ഞി അറിഞ്ഞിട്ടില്ല. അവളോട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേക കൈക്കൂലി കൊടുത്തതിനെ കുറിച്ച് അറിയിച്ചു. അടുത്ത വചനം, മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെ അവരെ നശിപ്പിക്കേണ്ടതിന് ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവൻ അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തേറിനെ കാണിച്ച് വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. അവിടെ നോക്കൂ, ഇവിടെയാണ് എസ്തേറിനോട് അവൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് ധരിപ്പിക്കുന്നത്. നോക്കൂ, ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ത്രീകളോട് മാത്രം സംസാരിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ സഹോദരിമാരെ, നമ്മൾ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെവി വിട്ടുകൊടുത്താൽ, വെട്ടൊന്ന് മുറിക്ക് പോകാതെ, മുറി 2 പോകാതെ, ഒന്ന് എന്താ യഥാർത്ഥ കാരണം, ചിലപ്പം കുട്ടികളുടെ വിഷയത്തിലാവാം, ഭർത്താവിൻ്റെ വിഷയത്തിലാകാം, മറ്റേതെങ്കിലും വിഷയത്തിലാകാം, നമ്മുടെ ചെവി ഒന്ന് എന്താ ശരിക്കുള്ള കാരണം എന്ന് കേൾക്കാനായിട്ടുള്ള ഒരു വേഗതയുള്ള ഒരു ചെവിയുമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കുള്ള കാരണങ്ങൾ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, എസ്തർ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നമേ അവൾ കേൾക്കാൻ വേണ്ടി തയ്യാറായി. ഇപ്പോൾ എസ്തറിനടുത്ത് മൊർദെഖായി വന്നിട്ട് പറയുകയാണ്, എന്താണ്, നമ്മുടെ കുലത്തിന് മുഴുവൻ ഒരു വലിയ ഭീഷണി വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിൻ്റെ എവിഡൻസും കൂടെ പ്രൊവൈഡ് ചെയ്തു പുള്ളിക്കാരൻ. അതിൻ്റെ പകർപ്പും കൂടെ കൊടുത്തയച്ചു. ഭയങ്കര മിടുക്കനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്നിട്ട് പറയുകയാണ്, നീ ഈ സമയത്ത്, അങ്ങനെ തന്നെയല്ലേ അവിടെ പറയുന്നത്, അവൾ രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിന് വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിക്കാൻ. അപ്പോൾ പറയുക, എസ്തേറേ, ഇനി നീ രാജാവിൻ്റെ അടുക്കൽ പോയി നമ്മുടെ ജനത്തിന് വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കണം. ഇതേ മൊർദെഖായി തന്നെയാണ് 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞപ്പം, നീ ഏത് കുലക്കാരിയാണെന്ന് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തിയപ്പം മൊർദെഖായി എന്ത് ചെയ്യുകയാണ്, നിന്റെ ഐഡൻറ്റിറ്റി, നീ ആരാണ് എന്നുള്ളത് നീ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, വെളിപ്പെടുത്തണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷനുകളിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആരാണ് എന്ന് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മൾ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ കൂട്ടുകാരുമായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ബന്ധുമിത്രാദികളുടെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ, ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാൻ ആളുകൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദർഭത്തിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിലക്കുമ്പോൾ, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നതിനേക്കാൾ, എൻ്റെ വിശ്വാസത്തിന് ഇത് എതിരാണ്, ദൈവവചനമനുസരിച്ച് ഇത് എതിരാണ്, ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിലത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും വിശ്വാസിയുടെയും ഐഡൻറ്റിറ്റിയെ ധൈര്യപൂർവം ചില സമയത്ത് നമ്മൾ വെളിപ്പെടുത്തിയേ പറ്റൂ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? സോ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ തീരുമാനത്തിൻ്റെ സമയമാണ്, അല്ലേ? മെല്ലെ മെല്ലെ തീരുമാനം നടക്കുക നമ്മുടെ എസ്തേറിൻ്റെ ജീവിതത്തിൽ. എസ്റ്റേഴ്സ് ഡിലമ, എസ്തേറിൻ്റെ ആശയക്കുഴപ്പങ്ങൾ.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആകെ സംശയങ്ങളാണ്, എസ്തേറിന്റെ സംശയങ്ങളാണ് നമ്മൾ കാണുന്നത്. എസ്തേർ അവിടെ ഹദാക് വെൻ ബാക്ക് ആൻഡ് റിപ്പോർട്ട് ടു എസ്തേർ വാട്ട് മൊർദെഖായി ഹാഡ് സെഡ്. ഇവിടെ മൊർദെഖായിയോട് ചെന്ന് പറവാൻ വേണ്ടി ഹദാക്കിന് കൊടുത്ത കൽപ്പന എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അടുത്തത് 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, then she instructed him to say to Mordecai, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോട് ഇരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന് ഒരു നിയമം ഉള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ എസ്തേറാച്ചി വീണ്ടും ഹദാക്കിനെ തിരിച്ചയക്കുക, അല്ലെങ്കിൽ വീണ്ടും അതിന്റെ 10-ാമത്തെ വചനം ഒന്നുകൂടെ ഒന്ന് കാണിക്കാമോ? 9-ാമത്തെ വചനം ഒന്നുകൂടെ കാണിക്കാമോ? 9-ാമത്തെ വചനം. അങ്ങനെ ഹദാക്ക് ചെന്ന് മൊർദെഖായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. 11 ഏതൊരു പുരുഷനോ സ്ത്രീയോ 10 എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറയുവാൻ ഹദാക്കിന് ഇപ്രകാരം കൽപ്പന കൊടുത്തു. അപ്പൊ ഹദാക്ക് വന്ന് മൊർദെഖായിയുടെ കൊടുത്തുവിട്ട പകർപ്പും കഥയും എല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എസ്തേർ ഇപ്പോൾ ഹദാക്കിനെ തിരിച്ചയക്കുക. ആദ്യം ഹദാക്കിനെ അയച്ചു ശരിക്കുള്ള വിവരം അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവളുടെ തീരുമാനം, അവളുടെ ആദ്യത്തെ തീരുമാനം അവൾ പറയുകയാണ്. ആദ്യത്തെ തീരുമാനം എന്തായിരുന്നു? അതാണ് അവിടെ പറയുന്നത്. രാജാവിന് ഒരു പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ നിയമം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? കൊന്നുകളയും. അങ്ങനെ അടുത്ത 30 ദിവസത്തേക്ക് എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള യാതൊരുവിധ പ്രോട്ടോക്കോളും അനുവാദവും ഇല്ലാത്ത ഒരു പ്രത്യേക സമയമാണത്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഭാര്യയും ഭർത്താവും വീട്ടിൽ കാണുന്ന പോലെ രാത്രി ബെഡ്റൂമിൽ കാണൂലേ? കാണത്തില്ല. അന്നത്തെ രാജാക്കന്മാരുടെ ജീവിത ശൈലികളൊക്കെ അങ്ങനെയാണ്. എന്നും രാത്രി ഭാര്യ ബെഡ്റൂമിൽ കാണത്തില്ല. അല്ലെങ്കിൽ ബെഡ്റൂമിൽ തലയണ മന്ത്രം പറയാമായിരുന്നു, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. യാതൊരു തലയണ മന്ത്രത്തിനും സാധ്യതയില്ല. ഇത് രാജാവാണ്, സാമ്രാട്ടാണ്. ഓക്കെ, അപ്പം ലാസ്റ്റ് അടുത്ത 30 ദിവസം വരെയും അവളുടെ റൂമിനകത്തേക്ക് അവളോടുകൂടെ ശയിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു അനുവാദമില്ല അവൾക്ക്. അല്ലാതെ കൊട്ടാരത്തിൽ പോയി കാണുന്ന കാര്യമല്ല അവൾ ഉദ്ദേശിച്ചത്. തലയണ മന്ത്രം ചൊല്ലണമെങ്കിൽ പോലും 30 ദിവസം ഇല്ലാതെ പറ്റത്തില്ല. ഈ സിറ്റുവേഷനിൽ എനിക്കിത് അസാധ്യമാണ് എന്നാണ് ഇവൾ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവൾ പറയിപ്പിക്കുന്നത്, ആൾ വഴി പറയിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവിടെ പറയുന്ന 30 ദിവസം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് അസാധ്യം എല്ലാം നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോവും. അതായത് ഒരാൾ സ്ഥാനത്ത് കയറി പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ഈ 30 ദിവസം എന്ന് പറയുമ്പോൾ അവൾ ചുമ്മാ പറഞ്ഞതാണ് 30 ദിവസത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് കാലഘട്ടങ്ങളെ നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ 30 ദിവസം എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ പോകുന്ന കാര്യത്തിൽ ആ 30 ദിവസം അവൾക്ക് സാധ്യമല്ല. പക്ഷെ രാജാവിൻ്റെ അടുക്കൽ പോകുന്ന കാര്യത്തിൽ ആ 30 ദിവസം അവൾക്ക് സാധ്യമായിരുന്നു. കാരണം അവൾ പറയുന്നത് എന്താണ്? ഞാനും എൻ്റെ ബാല്യക്കാരത്തികൾ ഉപവസിക്കും, നിങ്ങളും എല്ലാവരും ഉപവസിക്കും എന്ന് പറയുക. അപ്പം രാജാവിനെ കാണാൻ 30 ദിവസം അവൾക്ക് അനുവാദമില്ലായിരുന്നു. പക്ഷെ രാജാവിനെ കാണാൻ ഏത് സമയത്തും, എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ, തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് ഏത് സമയത്ത് കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെയാണ് ചില സമയങ്ങളിൽ നമുക്ക് പലതിലോട്ടും പോകാൻ തടസ്സങ്ങളുണ്ട്, എത്താൻ പറ്റത്തില്ല, നിബന്ധനകളുണ്ട്, കാലദൈർഘ്യമുണ്ട്, കാലതാമസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ആ കാലതാമസത്തിനകത്ത് രാജാവിൻ്റെ മുൻപിൽ നിന്റെ മുഖം നീ കാണിക്കണം. വിടുതൽ തന്നെ തുടങ്ങിക്കോളും. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. സോ സച്ച് എ ടൈം ആസ് ദിസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത്രയാണ് നമുക്കവിടെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം വരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത ഇനി 12 മുതൽ അതിൻ്റെ 14 വരെയുള്ള വേദഭാഗങ്ങളിലേക്കാണ് ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്. 12 മുതൽ 14 വരെയുള്ള വചനഭാഗങ്ങൾ അതൊരു സെറ്റാണ്. അടുത്തൊരു ടൈം എന്താണ്? 3-ാമത്തെ സെഗ്മെൻറ്റ്, എ ടൈം ഫോർ കറേജ്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ധൈര്യത്തിന് വേണ്ടിയുള്ള സമയം. 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. അവർ എസ്തേറിന്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിലിരിക്കയാൽ
എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ രാജധാനിയിൽ ഇരിക്കുന്നത് കൊണ്ട് മൊർദെഖായി അവിടെ ഭയങ്കര പവർഫുൾ ആയിട്ടാ തിരിച്ച് വീണ്ടും ഹദാക്കിന് പറഞ്ഞു വിടുന്നത്. എങ്ങനെയാണ്? ഇവിടെ നേരിട്ട് ഇവർ സംസാരിക്കുന്നില്ല. ആ ഹദാക്കിന്റെ വിധി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങോട്ട് ഒരു കാര്യം പോയി പറയും, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയും, അങ്ങോട്ട് പോയൊരു കാര്യം പറയും, ഇങ്ങോട്ട് കയറി ഇരുന്ന ഒരു കാര്യം. ആ എസ്തർ പറയുന്ന മൊർദെഖായിയോട് പറയും, മൊർദെഖായി പറയുന്ന എസ്തറിനോട് പറയും, എസ്തർ പിന്നെയും പറയുന്ന മൊർദെഖായിനോട്. ഇപ്പതേ മൊർദെഖായി വീണ്ടും എസ്തറിന് പറഞ്ഞു വിടുക. എന്തുവാ പറഞ്ഞു വിടുന്നേ? എന്താണ്? നീ ഈ രാജധാനിയിൽ ഇരിക്കാൻ എല്ലാ യഹൂദന്മാരിലും വെച്ച് നീ അങ്ങോട്ട് രക്ഷപ്പെട്ട് കൊള്ളാമെന്ന് നീ ഒരു കാരണത്തിലും വിചാരിക്കണ്ട മോളെ. എന്നിട്ട് എന്താണ് അടുത്ത് പറയുന്നത്? നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും. ഓക്കെ, നീ ഈ സമയത്ത് മിണ്ടാതെയൊക്കെ ഇരുന്നോളൂ, പക്ഷെ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്ന് വെച്ചാൽ മൊർദെഖായി അപ്പോഴും ആ ദൈവത്തിൻ്റെ പദ്ധതി ഈ ജനത്തിന് വേണ്ടി ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ എസ്തറിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അവൾ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു നേതൃത്വ പാഠവം കൊണ്ടോ ഒന്നുമല്ല അവൾ രാജ്ഞിയായത്. പിന്നെ എങ്ങനെയാ? അവൾക്കൊരു നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയും ഉണ്ടായിരുന്നു. അത്രയും മാത്രം കൊണ്ട് അവൾ രാജ്ഞിയായത്. പക്ഷെ മൊർദെഖായി അങ്ങനെയല്ലായിരുന്നു. അയാൾ യഹൂദന്മാരുടെ ഒരു നേതാവായിരുന്നു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അതുകൊണ്ട് ഇതൊന്നും ചിന്തിക്കണ്ട. ഭംഗിയൊക്കെ നോക്കി മൂറും തൈലൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് ഇരുന്നേച്ചാൽ മതി. പക്ഷെ മൊർദെഖായിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എസ്തറിൻ്റെ പുസ്തകത്തിൽ സഹോദരന്മാർ പഠിക്കേണ്ട ഒത്തിരി പാഠങ്ങളുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ പേര് ഒരു സ്ത്രീയുടെ പേരിലാണെങ്കിലും അതിനകത്ത് സഹോദരന്മാർക്കുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് പിടിച്ചെടുക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മാറാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി അതൊരു കുടുംബത്തിൻ്റെ ആകാം, ഒരു പ്രസ്ഥാനത്തിൻ്റെ ആകാം, ഒരു രാജ്യത്തിൻ്റെതാകാം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി മൊർദെഖായിയുടെ മേലാണ് ഇരിക്കുന്നത്. അയാൾക്ക് ആരെന്ത് പറഞ്ഞാലും അയാൾക്ക് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയാൾക്കൊരു കാര്യം അറിയാം, എൻ്റെ ജനം എന്ന് പറയുന്നത് മോശ പറഞ്ഞ പോലെ അത് നിന്റെ ജനം കൂടിയാണ്. നിന്റെ ജനം അത് എൻ്റെ ജനം കൂടിയാണ്. അതുകൊണ്ട് ഈ ജനത്തെ അവൻ നിന്ന് രക്ഷിക്കുമെന്ന കാര്യത്തിൽ അയാൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് അയാൾ പറയുന്നത് എന്തായാലും ഈ ജനം രക്ഷപ്പെടും. എന്നിട്ട് പറയുകയാണ്, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു. എന്തുകൊണ്ട്? ഈ ജനം രക്ഷപ്പെടും, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ നീ ഒരു യഹൂദ സ്ത്രീയാണെന്നുള്ള കാര്യം ഹാമാൻ തിരിച്ചറിയും. നിന്റെ രാജസ്ഥാനത്ത് നിന്ന് നീ വസ്തി രാജ്ഞിയെ പോലെ തന്നെ നീയും ഇറങ്ങിപ്പോരേണ്ടി വരും. ഓക്കെ, ഇപ്പൊ നിന്റെ രാജസ്ഥാനവും നിന്റെ അംഗീകാരത്തിനൊന്നും ഒരു കോട്ടവും വരാതെയല്ലേ നീ അവിടെ ആയിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നിന്നെ താഴെ ഇറക്കും. ഇതാ ചുരുക്കി പറഞ്ഞാൽ. എന്നിട്ട് പറയുകയാണ്, അടുത്ത വചനമാണ്, ഇതൊരു ഗോൾഡൻ വേഴ്സ് ഓഫ് ദ ബുക്ക് ഓഫ് എസ്റ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ് ഈ 14-ാമത്തെ ഈ ഒരു വാക്യം. അടുത്തത് എന്താണ്? ഇങ്ങനെയുള്ള ഒരു വായിച്ചേ. കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. ഓക്കെ, ഇങ്ങനെയുള്ളൊരു സച്ച് എ ടൈം, ഇങ്ങനെയുള്ളൊരു കാലത്തിന് ആയിട്ടല്ലയോ നീ ഇങ്ങനെ ഈ ഒരു രാജസ്ഥാനത്തേക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മൊർദെഖായി പറയുകയാണ്, എന്ത്? നീ എന്താ പറയുക, ഈ സമയത്ത് മിണ്ടാതെ ഇരിക്കരുത്. ഈ ഒരു കാലഘട്ടത്തിൽ നീ മിണ്ടാതെ ഇരുന്നാൽ ദേശം നശിച്ചു പോകും. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിമാരോടും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിന്നെയും എന്നെയും നമ്മളെ ഓരോരുത്തരെയും മിണ്ടാതെയാക്കാൻ വേണ്ടി പലരും കിണഞ്ഞ് പരിശ്രമിക്കും. പല വാക്കുകളും പറഞ്ഞിരിക്കും, പല വിമർശനങ്ങളും ഇട്ടുന്നിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളും മിണ്ടാതെയാക്കുക എന്ന് പറയുന്നത് അത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ഈ അന്ത്യകാലത്ത് ദൈവം തമ്പുരാൻ സഹോദരിമാരുടെ ശബ്ദത്തെ അവൻ ഉയർത്തുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഹാമാന്റെ സ്പിരിറ്റിലാണെന്ന് ഞാൻ പറയും. ആ സ്പിരിറ്റിലാണത് പറയുന്നത്. ഏതൊക്കെയോ വാക്യങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ എടുത്തുകൊണ്ട് അത് പറയുമ്പോൾ ആ സ്പിരിറ്റിലാണത് പറയുന്നത്.
ഞാൻ പറയട്ടെ, ഇവിടെ എസ്തേറിനോട് പറയുകയാണ്, നീ മിണ്ടാതെ ഇരിക്കരുത്, നീ മിണ്ടാതെ ഇരിക്കരുത്, നീ മിണ്ടാതെ ഇരിക്കരുത്. ഈ സ്ഥലത്ത് നീ മിണ്ടിയേ പറ്റൂ. കാരണം നിന്റെ ശബ്ദത്തിലാണ് ദേശത്തിന്റെ മേൽ ചില പുതിയ നിയമ സംവിധാനങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഈ ഉപവാസത്തിൽ ഇരിക്കുന്ന ഓരോ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, ശബ്ദം താഴ്ത്തിയല്ല, ശബ്ദം ഉയർത്തി തന്നെ പ്രഖ്യാപിക്കണം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം, ശബ്ദം ഉയർത്തി കാര്യങ്ങളെ പറയണം. അതേ, അസത്യങ്ങളുടെ മുന്നിൽ, അനീതിയുടെ മുന്നിൽ ഒളിച്ചു മാറി നിൽക്കരുത്, ശബ്ദം താത്തരുത്. അതിന്റെ മുന്നിൽ സത്യത്തിന് വേണ്ടി, സത്യമായ വെളിച്ചത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി എഴുന്നേൽക്കണം, യേശുവിന് വേണ്ടി എഴുന്നേൽക്കണം. അതിനെ ഒളിപ്പിക്കരുത്, അതിനെ മാറ്റിവെക്കരുത്, ഒരു നാണക്കേടും അതിനു വേണ്ടി തോന്നരുത്. ഈ കാലഘട്ടത്തിൽ നീ യേശുവിൻ്റെ നാമവുമായിട്ട് എഴുന്നേറ്റാൽ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ വിടുതലുണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലങ്ങൾ, ഓരോ ബസ് സ്റ്റാൻഡുകളിലേക്കും, ഓരോ ഹോസ്പിറ്റലുകളിലേക്കും, ഓരോ വീടിന് വഴിവെക്കലിലുള്ള ആളുകളുടെ ഇടയിലേക്കും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ പരിചയക്കാരുടെ ഇടയിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഈ യേശുവിനെ വെളിപ്പെടുത്താൻ മറക്കരുത്, അതിനെ അമാന്തിക്കരുത്. നീ മിണ്ടേണ്ട സമയമാണ്, നീ സംസാരിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നീ സംസാരിച്ചാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി നീ സംസാരിക്കുന്നിടത്ത് നടക്കും. സൈലൻസ് ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ് ഈസ് ഡേഞ്ചറസ്. പ്രതിസന്ധികളുടെ നടുവിൽ മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ അപകടകരമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ മിണ്ടാതെ മാറരുത്. രാജാവിന്റെ അടുക്കൽ പോയി മിണ്ടുവാനുള്ള ധൈര്യമുണ്ടാകണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മൊർദെഖായി പറയുകയാണ്, ദ റിലീഫ് വിൽ കം ഫ്രം അതർ സൈഡ്. മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ നീയും നിന്റെ കുടുംബവും എന്തായി നശിച്ചു പോകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ടല്ലേ കർത്താവ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം കൈയൊന്ന് ഉയർത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നമ്മളെ മിണ്ടാതെയാക്കുന്ന സഹോദരന്മാരും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശബ്ദത്തിലൊരു വലിയ വ്യത്യാസം പരിശുദ്ധാത്മാവ് നൽകിയാണ്. അധികാരത്തിൻ്റെ ശബ്ദം. രാജാവിന്റെ അടുക്കൽ ഏത് ശബ്ദം? ഹാമാന്റെ അടുക്കൽ ഏത് ശബ്ദം? ഹാമാന്റെ അടുക്കൽ എന്തു മിണ്ടണം? രാജാവിന്റെ അടുക്കൽ എന്തു മിണ്ടണം? ഇതിനെ വ്യക്തമാക്കി മനസ്സിലാക്കുന്ന തരത്തിൽ അതിശക്തമായി സംസാരിക്കാനുള്ള ഒരു അധികാരം പരിശുദ്ധാത്മാവ് നൽകിയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൈവിലൊക്കെ വാച്ച് ചെയ്യുന്ന ഏതെല്ലാമോ സഹോദരിമാരെ ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക ഫോറത്തിനകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. അവിടെ സംസാരിക്കാനുള്ള ഒരു സ്പോക്ക് വിമൻ ആയിട്ട്, ഒരു സ്പോക്സ്മാൻ എന്ന് പറയുന്ന പോലെ അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച കാര്യങ്ങൾ അത് ഒത്തുതീർപ്പിലാക്കുന്ന തലത്തിലേക്ക് ചില സഹോദരിമാരെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്ന ഞാൻ കാണുകയാണ്. ദെബോരമാർ എഴുന്നേൽക്കുകയാണല്ലോ. ന്യായപാലനം ചെയ്യുന്ന ഈന്തപ്പനയുടെ കീഴിൽ നിന്ന് ലെപ്പിദോത്തിന്റെ ഭാര്യയായിരിക്കുന്ന ദെബോരമാർ ഇതാ എഴുന്നേൽക്കുകയാണ്. ന്യായപാലനം ചെയ്യുവാൻ ശബ്ദമായി എഴുന്നേൽക്കുകയാണ്. Hallelujah, hallelujah. Hallelujah, hallelujah, Jesus, hallelujah. Oh Jesus, hallelujah. പഴയ നിയമത്തിൽ ഇങ്ങനെ യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. ഹല്ലേലൂയ, വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. ഹല്ലേലൂയ. ഓ, കർത്താവിന് മുന്നോടിയായിട്ട് വഴിയൊരുക്കിയവന്റെ ശബ്ദം. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, അന്ത്യകാല ഉണർവിന് വഴിയൊരുക്കുന്ന ശബ്ദം ഇതാ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ ശബ്ദം പുറപ്പെടുകയാണ്. ചിലരിത രാജാക്കന്മാരുടെ മുന്നിൽ ആ ശബ്ദമായിട്ട് നിൽക്കുകയാണ്. ചില ഫോറം അതിന്റെ മുന്നിൽ അവർ ശബ്ദമായി എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ, ജീസസ് ലോർഡ്. ഞാൻ കാണുന്ന ഒത്തിരി സഹോദരിമാർ ഇൻ
ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറുകയാണ്. യൂട്യൂബിൽ പല സ്ത്രീകളായിട്ടുള്ള പല ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അവരെ ഫോളോ ചെയ്യുകയാണ്, വിശ്വസിക്കുകയാണ്. എന്നാൽ ജാതീയ ദേവന്മാർ ആരാധിക്കുന്നവർ പറയുന്നതിന് ഇൻഫ്ലുവൻസ് ആകാതെ സത്യ ദൈവത്തെ ആരാധിക്കുന്നവർ പറയുന്നതിന്റെ ഇൻഫ്ലുവൻസേഴ്സ് എഴുന്നേൽക്കുന്ന ഒരു കാലം ഇതാ നിങ്ങളിലൂടെ വരാൻ പോകുകയാണ്. ഓ റാബ റാബ ഷാബാ ബാബാ. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും വിളിച്ചു പറയുകയാണ്, എഴുന്നേൽക്കുക, ശബ്ദവുമായിട്ട് എഴുന്നേൽക്കുക, നിന്റെ ശബ്ദത്തിന് എഴുന്നേൽക്കുക. നിന്റെ ശബ്ദത്തെ തടയാൻ അനുവദിക്കരുത്. സ്ത്രീകളുടെ ശബ്ദത്തെ തടയുന്ന എല്ലാ ഹാമാന്റെ സ്പിരിറ്റിനെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിനോട് മിണ്ടാതെയാകുവാൻ പറയുന്നു. എ ടൈം ഓഫ് ഫെയ്ത്ത്. അടുത്തത് നമ്മൾ ഇത്ര നേരം കേട്ടത് ടൈം ഓഫ് കറേജ്. ധൈര്യം വരികയാണ് അവിടെ. നീ നിന്നാലും ശരി, എൻ്റെ ജനം വിടുവിക്കപ്പെടുമെന്ന് പറയുന്ന ധൈര്യം. നീ ഇല്ലേലും ഞങ്ങളുടെ ജനം നശിച്ചു പോകില്ല എന്ന് പറയുന്ന ധൈര്യം. അതാണ് മൊർദെഖായി കൊടുത്തത്. എന്നാൽ അടുത്തത് നോക്കൂ, 4ാമത്തെ കാര്യം, എ ടൈം ഫോർ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം. ഹല്ലേലൂയ. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 16 വരെയുള്ള വചനഭാഗങ്ങളിലാണ് നമ്മൾ കാണുന്നത്. എസ്റ്റേഴ്സ് കറേജസ് ഡിസിഷൻ ആണ് കാണുന്നത്. എസ്തേറിൻ്റെ ധൈര്യപൂർവമുള്ള തീരുമാനത്തെ നമ്മൾ അവിടെ കാണുകയാണ്. ദെൻ എസ്തേർ സെൻഡ് ദിസ് റിപ്ലൈ ടു മൊർദെഖായി. അപ്പോൾ ഇപ്പം ഹദാക്ക് ഒരു ന്യൂസുമായിട്ട് എസ്തേറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താണ്, ഇപ്പോൾ നീ എഴുന്നേറ്റില്ലെങ്കിൽ ഈ രാജസ്ഥാനത്ത് നീ അധികം നാൾ തുടരാമെന്ന് കരുതണ്ട, നീയും നിന്റെ പൃഥുഭവനവും നശിച്ചു പോകും. എന്നാൽ ഈ യഹൂദന്മാർക്ക് വേറൊരു സ്ഥാനത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകുമെന്ന് മൊർദെഖായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ എസ്തേറിന് ഒരു കാര്യം മനസ്സിലായി. എസ്തേർ അടുത്ത ലെറ്റർ മൊർദെഖായിക്ക് കൊടുക്കുകയാണ്. എല്ലാ യഹൂദന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ 3 ദിവസവും 3 രാത്രിയുമുള്ള ഒരു നേഷൻ വൈഡായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ് ഓർക്കണം, ആ നേഷൻ വൈഡായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് അവൾ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. അവളും അതിനകത്ത് ജോയിൻ ചെയ്യും. അപ്പം നിങ്ങൾ ഉപവസിച്ചോ, ഞാനിവിടെ കൊട്ടാരത്തിൽ നല്ല വീഞ്ഞും നല്ല പഴച്ചാറൊക്കെ കുടിച്ചിരിക്കാൻ നല്ല പുള്ളിക്കാരി പറഞ്ഞേ, ഞാനും ഉപവസിക്കും. എനിക്ക് ആ 7 ബാല്യക്കാരത്തികളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടി കാണുമായിരിക്കും, രാജ്ഞിയായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കൂടി കാണുമായിരിക്കും. എൻ്റെ ബാല്യക്കാരത്തികളും എൻ്റെ ദാസിമാരും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഹെൽപ്പേഴ്സായിട്ട് നിൽക്കുന്ന ആളുകളും അതിനകത്ത് ഉപവസിക്കും. യെസ്. എന്നിട്ട് എന്ത് പറയുന്നു? പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. എന്നിട്ട് പറയുകയാണ്, ഇനി നിയമം അവിടെ പ്രത്യേകിച്ച് പ്രോട്ടോക്കോൾ ഉണ്ട്. എപ്പോൾ എങ്ങനെ, ഇന്നലത്തെ ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞത്, ഓരോ മാസത്തിലും എന്താണ് പ്രധാനപ്പെട്ട നടത്തേണ്ട കാര്യമെന്നും ഓരോ ദിവസത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്നതിനും അവർ ചീട്ടിടുമായിരുന്നു. അങ്ങനെയാണ് ആദാർ മാസം, അവസാന മാസത്തിൽ യഹൂദന്മാരെ മുഴുവൻ അവസാനത്തെ ആളെയും മുടിച്ചു കളയാനുള്ള ചീട്ട് ആദാർ മാസത്തിൽ കിട്ടി. അപ്പോൾ അത്രത്തോളം സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കൊട്ടാരമാണത്. ആ കൊട്ടാരത്തിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അവൾ പറയുകയാണ്, നിയമപ്രകാരം അല്ലെങ്കിലും എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ നശിക്കുന്നുവെങ്കിൽ ആ നിയമപ്രകാരം അല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് എന്താ 3 ദിവസം കൂടി എൻ്റെ ബാല്യക്കാരികൾ, പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഹല്ലേലൂയ. അവളുടെ മുഴുവൻ എന്താ പറയാ, അവളുടെ മുഴുവൻ ഡിഗ്നിറ്റിയോ അവളുടെ മുഴുവൻ എല്ലാ കാര്യങ്ങളെയും വിട്ട് കളഞ്ഞുകൊണ്ടുള്ള ഒരു ഭയങ്കര തീരുമാനമാണ് ആ ഒരു തീരുമാനം. എന്നിട്ട് അടുത്ത കാര്യം എല്ലാവരും ചേർന്നൊന്ന് വായിക്കാമോ? എന്നിട്ട് പിന്നെ എന്താണ് പറയുക? ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. യെസ്, ഞാൻ ആദ്യത്തെ ദിവസം അത് പറയാം. ഇഫ് ഐ പെരിഷ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ചാകുന്നെങ്കിൽ ഞാൻ ചത്തോട്ടെ. ഇച്ചിരി പ്രയാസം അത് ഹൃദയത്തിൽ നിന്ന് തീരുമാനിക്കാൻ. ഒരു ജനത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ചാകുന്നെങ്കിൽ ഞാൻ ചത്തോട്ടെ. ഒരു ടോട്ടൽ സറണ്ടർ ഫോർ ഹിസ് വിൽ. അവിടെ നമ്മൾ കാണുന്ന അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു സമർപ്പണമാണ് നമ്മൾ കാണുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് വേണ്ടി വിറ്റ് തൊലയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതം
യേശുവിന് വേണ്ടി സെക്യൂർ ആക്കുന്നതും യേശുവിന് വേണ്ടി വിറ്റ് കളയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സെക്യൂർ ആക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയുണ്ടെന്ന് കരുതുക. ആ 1,00,000 രൂപ നിങ്ങളൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നിങ്ങളെ ആ പൈസയെ മൊത്തം സൂക്ഷിക്കാൻ, ആ പൈസയെ കരുതാൻ, അതിന് കൂടുതൽ പലിശയൊക്കെ കിട്ടി, നല്ല കാറൊക്കെ മേടിച്ച്, നല്ല വീടൊക്കെ പണിത്, നല്ല രീതിയിൽ സെറ്റിലായി, മക്കളൊക്കെ നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് വന്ന് ആ സെറ്റിലാക്കുന്ന, അതിനെ സേഫാക്കി കൊടുക്കാനാണ് ഇന്ന് ക്രിസ്തീയ സഭകളും ഞങ്ങളും ഒക്കെ എല്ലായ്പ്പോഴും പഠിപ്പിക്കാറുള്ളത്. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിനക്ക് ക്രിസ്തുവിന് വേണ്ടി ആ 1,00,000 രൂപയെ വിറ്റ് കളയാൻ പറ്റുമോ? അവന് ഇഷ്ടമുള്ള പാടത്തേക്ക് അവൻ വലിച്ചെറിയും. അവന് ഇഷ്ടമുള്ള തീച്ചൂളക്കകത്തേക്ക് അവൻ വലിച്ചെറിയും. അവന് ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ വലിച്ചെറിയും. ആ എറിയലിന് നിനക്ക് സമ്മതമാണോ? ഇത്തിരി കഠിനമാണ് ആ ചോദ്യം, ഇച്ചിരി പ്രയാസമാണ് ആ ചോദ്യം. അതാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിറ്റുകളഞ്ഞവർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ലാസ്റ്റ് വേഴ്സ് അതാണ് എസ്തർ 4:17, ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ വചനം. മൊർദെഖായി ഒബേസ് എസ്റ്റേഴ്സ് ഡിസിഷൻസ്. എസ്തറിൻ്റെ തീരുമാനങ്ങളെ മൊർദെഖായി അനുസരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മൊർദെഖായിയുടെ ഡിസിഷൻസ് എസ്തർ അനുസരിച്ചതാണ് കണ്ടത്. ഇനിയിപ്പോൾ മൊർദെഖായി എസ്തറിനെ അനുസരിക്കുകയാണ്. എന്താണ്? സോ അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. എന്തായിരുന്നു കൽപ്പിച്ചത്? ഒരു വലിയ ഉപവാസം. ദേശമെമ്പാടുമുള്ള 3 ദിവസത്തും രാത്രിയും പകലുമുള്ള 127 സംസ്ഥാനങ്ങളിലും ഉപവാസം. രാജാവിൻ്റെ കൽപ്പന പോകുന്നത് പോലെ അതുപോലെ അതേ ഇമ്പോർട്ടൻസോടെ മൊർദെഖായി ആ കാര്യം നടപ്പാക്കി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത്രയ്ക്കും 127 സംസ്ഥാനങ്ങളിലുമുള്ള യഹൂദന്മാരുടെ മേൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു മൊർദെഖായിക്ക്. Hallelujah. So key lessons from Esther chapter 4. Number 1, God uses ordinary people for his purpose. ദൈവം സാധാരണക്കാരെ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദൈവം സാധാരണക്കാരെ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സാധാരണക്കാരെ ഉപയോഗിക്കുന്നു. എസ്തർ സാധാരണ പെൺകുട്ടി. ഞാൻ പറഞ്ഞില്ലേ, യാതൊരുവിധ ഭരണ മികവും അവൾക്കില്ല. മൊർദെഖായിക്കുണ്ട്, അവൾക്കൊന്നുമില്ല. പക്ഷെ അവളെ കർത്താവ് ഉപയോഗിക്കുകയാണ്. നമ്പർ 2, ഫെയ്ത്ത് റിക്വയേഴ്സ് ആക്ഷൻ. വിശ്വാസത്തിന് പ്രവൃത്തി ആവശ്യമുണ്ട്. നമ്പർ 3, അൾട്ടിമേറ്റ്ലി ഗോഡ്സ് പ്ലാൻ വിൽ പ്രിവെയിൽ. ആത്യന്തികമായി ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ വിജയിക്കുകയുള്ളൂ. എസ്തർ അവിടെ നിന്ന് മാറിയാലും ദൈവ പദ്ധതി നടക്കുമായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, മറ്റൊരു വിധത്തിൽ എസ്തറിൻ്റെ സ്ഥാനത്തേക്ക് വേറൊരു വ്യക്തി, ഒരു സ്ത്രീയാകാം, പുരുഷനാകാം, വേറൊരാൾ അവിടെ എഴുന്നേറ്റിരിക്കും. അതുകൊണ്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന ഈ സ്ഥാനത്ത് നമ്മൾ ശരിയായ വിധത്തിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ മറ്റൊരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. അത് കണ്ട് അസൂയ കുത്തി നിൽക്കാത്തേ ഉള്ളൂ. ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. അതുകൊണ്ട് വിശ്വസ്തരാകുക, അവരവരുടെ സ്ഥലത്ത് വിശ്വസ്തരാകുക. അടുത്ത, എസ്റ്റർ റിസ്ക് ഹെർ ലൈഫ് ടു സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്. സത്യത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ ജീവിതം വിട്ടുകൊടുത്തു. സത്യത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ ജീവിതം വിട്ടുകൊടുത്തു. അങ്ങനെ നമ്മൾ എന്താ പറയുക, 4-ാം അധ്യായം കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നിമിഷം നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തെ ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള എല്ലാ അനുഗ്രഹത്തെയും ഞാൻ പറഞ്ഞു. കർത്താവേ, കൃപയാൽ നിറച്ചതിനായി